ഹലോ. ഇന്ന് നമുക്ക് അടമാങ്ങ അല്ലെങ്കിൽ ഉണക്കമാങ്ങ കൊണ്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മാങ്ങ ഉള്ള സീസണിലൊക്കെ ഇതേപോലെ മാങ്ങ ഒന്ന് ഉപ്പിട്ടിട്ട് ഉണക്കി വെച്ചാൽ മതി. അപ്പോൾ വളരെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഇത് ഉണക്കണ സമയത്ത് തന്നെ ചെറിയ പീസാക്കി മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉണക്കമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമാങ്ങ നമുക്ക് ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളം കളയണം. ഒരുപാട് തവണ കഴുകി വെള്ളം കളയൊന്നും വേണ്ട, ഒറ്റ തവണ മാത്രം കഴുകി വെള്ളം കളഞ്ഞാൽ മതി. കാരണം നമ്മൾ ഇത് കുതിരാൻ ഇട്ട് വെക്കുന്ന വെള്ളത്തിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒറ്റ തവണ മാത്രം നമ്മൾ ഒന്ന് കഴുകി വെള്ളം കളയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് മാങ്ങ നമുക്ക് 1.5 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. അപ്പോൾ മാങ്ങേനേക്കാളും കുറച്ചും കൂടി വെള്ളം അധികം എടുക്കണം. അപ്പോൾ അച്ചാറൊന്ന് നമുക്ക് ലൂസായിട്ട് കിട്ടും, അധികം കട്ടിയാവാണ്ട് നമുക്ക് അച്ചാർ കിട്ടും. ഇനി നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിൽ ആദ്യം തന്നെ 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട്, അപ്പോൾ പൂപ്പലൊന്നും പിടിക്കില്ല. ഇനി നമുക്ക് ഈ സമയത്ത് കടുക് വേണ്ടവർക്ക് കടുക് പൊട്ടിക്കാം. ഞാനിവിടെ കടുക് ഇടുന്നില്ല. ഞാനിവിടെ ആദ്യം തന്നെ ഒരു 3 ചുവന്ന മുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ വലിയ വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അതൊരു 4-5 പീസാക്കി മുറിച്ചിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നീളത്തിൽ 4-5 പീസാക്കി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 1 കുടം വെളുത്തുള്ളി എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഇതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മുറിക്കുക. ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി. അത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പച്ചമുളക്, അപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില 2 തണ്ട്. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് ഈ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 ടേബിൾ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടി നിങ്ങൾക്കറിയാമല്ലോ എത്ര എരിവുള്ളതാണെന്നൊക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കായം പൗഡർ 1/2 ടീസ്പൂണ്, ഉലുവ പൊടിച്ചത് 1/2 ടീസ്പൂണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒന്ന് കരിയാണ്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെള്ളത്തിൽ കുതിരാൻ വെച്ചെടുക്കുന്ന മാങ്ങ ആ വെള്ളം അടക്കം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് മാങ്ങയും 1.5 കപ്പ് വെള്ളമാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആ സെയിം വെള്ളത്തിൽ തന്നെ ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മാങ്ങ ഉണക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണ് മാങ്ങ ഉണക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് നല്ലൊരു അച്ചാറിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടാവും, കായം പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ. അതിനുശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കത് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നല്ലെണ്ണയും വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സെപ്പറേറ്റ് പാൻ സ്റ്റവിൽ വെച്ചു. അതിൽ ആദ്യം തന്നെ 1 ടീസ്പൂണ് വിനെഗർ ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഈ ചൂടാറിയിരിക്കുന്ന അച്ചാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് കുപ്പിയിലിട്ട് വെക്കുന്ന സമയത്ത് കുപ്പിയിൽ ഒഴിച്ചു കൊടുത്താലും മതി. അതേപോലെ തന്നെ നമ്മൾ നല്ലെണ്ണ, ഞാനിപ്പോൾ ഒരു 2 ടേബിൾ ടീസ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നല്ലെണ്ണ നമ്മൾ ചൂടാക്കിയിട്ട് നല്ലെണ്ണ നമ്മൾ ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വിനെഗറും നല്ലെണ്ണയും ഒരുമിച്ചിട്ടിട്ട് ചൂടാക്കണം എന്നില്ല. അപ്പോൾ സെപ്പറേറ്റ് ചൂടാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ അച്ചാർ നമ്മൾ കുപ്പിയിലിട്ട് വെക്കുന്ന സമയത്ത് കുപ്പിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലെണ്ണയും വിനെഗറും ഞാനിത് ഇപ്പം തന്നെ യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് അത് ഈ പാനിൽ തന്നെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ടേസ്റ്റി അച്ചാർ റെഡി. അപ്പോൾ നല്ലെണ്ണയും വിനെഗറൊക്കെ ചേർത്തത് കൊണ്ട് ഈ അച്ചാർ ഒരിക്കലും പൂപ്പലൊന്നും പിടിക്കില്ല. ഇത് കുറേയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പൂപ്പൽ പിടിക്കും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്.